ഹലോ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച വൈശാഖ് സംവിധാനം ചെയ്ത സിനിമ ടർബോ. ഇടി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന പടമാണ് ടർബോ. സാങ്കേതികമായി മികച്ചു നിൽക്കുന്ന സിനിമ. പക്ഷേ വൈകാരികമായി പ്രേക്ഷകരെ അടുപ്പിക്കുന്ന തലത്തിലേക്ക് പോയില്ല എന്നാണ് തോന്നിയത്. ഇതിലെ ബന്ധങ്ങളൊന്നും തന്നെ പ്രേക്ഷകരുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്നില്ല. ഇടിയനായ ടർബോ ജോസിൻ്റെ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കുറേ കാരണങ്ങളായിട്ടാണ് സിനിമ മൊത്തം അനുഭവപ്പെട്ടത്. മമ്മൂട്ടി എപ്പോഴും എന്ന പോലെ തൻ്റെ അഭിനയ മികവ് കൊണ്ട് ആ കഥാപാത്രത്തെ ഭദ്രമാക്കി. ബിന്ദു പണിക്കരും തൻ്റെ റോൾ ഭംഗിയാക്കി. പക്ഷേ അമ്മയും മകനുമായിട്ടുള്ള ഇവരുടെ ബോണ്ടിങ് അത് എവിടെയും അത്ര അനുഭവപ്പെട്ടില്ല. നായിക അഞ്ജന പ്രകാശിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിശ്ചയം നടന്നോട്ടെ, നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം എന്ന് ശബരീഷ് പറഞ്ഞിട്ടും അപരിചിതനായ ഒരാളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു. ഫോണിൽ ഇന്ദു എന്ന മറ്റു പേരുകൾ ഉണ്ടെന്നറിഞ്ഞപ്പോഴേക്കും ഒരു ബാങ്കിൻ്റെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തികച്ചും അപക്വമായ രീതിയിൽ ഒന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. എന്നിട്ട് ആ പയ്യൻ മരിച്ചപ്പോഴും പ്രത്യേകിച്ച് ഭാവപ്രകടനമൊന്നും ആ മുഖത്ത് കണ്ടില്ല. ജോസും ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധവും അത്ര കണക്റ്റ് ആവുന്നില്ല. ശബരീഷിൻ്റെ ക്യാരക്ടറിനെ പോലെ വിദ്യാസമ്പന്നനായ ഒരാൾക്ക് ജോസിനെ പോലെ ഒരു ഗുണ്ടയുമായുള്ള അടുപ്പവും അതിശയിപ്പിച്ചു. ഒരു ബന്ധങ്ങളുടെയും ഡീറ്റെയിലിങ്ങിലേക്ക് സിനിമ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകന് ഒരു ഇമോഷണൽ കണക്ഷൻ വരുന്നില്ല. ഇതുതന്നെയാവും സിനിമയെക്കുറിച്ചുള്ള സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് കാരണവും. പെർഫോമൻസ് കൊണ്ട് രാജ്ബി ഷെട്ടി പ്രേക്ഷകനിൽ ഒരു ദേഷ്യം ജനിപ്പിക്കുന്നുണ്ട്. മുഖത്തെ പേശികൾ അനങ്ങുന്നതും ആ വികടമായ ചിരിയുമൊക്കെ. മമ്മൂട്ടിയോടൊപ്പം പിടിച്ചു നിൽക്കാൻ പുള്ളിക്ക് കഴിയുന്നുണ്ട്. സാങ്കേതികമായി മികച്ചു നിൽക്കുന്ന സിനിമ. ഇടിപ്പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ആകർഷിക്കുന്ന സിനിമ. ലാസ്റ്റ് സീൻ കണ്ടപ്പോൾ ജോസ് ചോദിച്ച പോലെ ഇതിനെയും തീർന്നില്ലേ എന്ന് തോന്നി. ജോസിന് വീണ്ടും പണിയായല്ലോ എന്നൊരു ആദിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.